ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. താങ്കൾ ആൾക്കാരെ കൺഫ്യൂസിങ് ആക്കും. എനിക്ക് കൺഫ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അത് ആരംഭത്തിൽ അപമാനം. അല്ല, താങ്കൾക്ക് ഞാൻ ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം പറഞ്ഞാൽ മതി. ഇതെന്ത് കഷ്ടമാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ആളാണ്. അതെ. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. അല്ല, അതൊരു നാസിസം അല്ലേ? താങ്കൾ പറയുന്നത് കേട്ടാ മതി എന്ന് പറഞ്ഞു. ആ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതല്ല ഉദ്ദേശം. താങ്കൾ പറയുന്നത് മാത്രം കേട്ടാ മതി എന്ന് കേട്ടാ പറയുന്നത്. മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചെന്തിനാ എന്നോട്? അല്ല, താങ്കളോട് എന്നോട് ചോദ്യം ചോദിച്ച ആരാണ്? ഞാനാണ് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ടാ കേക്ക്. ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ. ചോദ്യം ചോദിച്ച ആളിന് ഉത്തരവാദിത്വം ഉണ്ട് മറ്റേ ആളെ കേൾക്കാൻ. തീർച്ചയായും അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ പറയുമ്പം അത് കേട്ടതിന് ശേഷം അത് പറയാൻ താനാരാണോ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഔട്ട് 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 ഔട്ട്. ലോകം ഉണ്ടായിരുന്നു എന്നൊന്നും അല്ല പറഞ്ഞത്, ലോകം ഉണ്ടെന്നാ പറയുന്നത്. ഉള്ള സാധനത്തിന് ഉണ്ടാകാനുള്ള ആവശ്യമില്ല. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. താങ്കൾ എല്ലായ്പ്പോഴും താങ്കളുടെ ഇന്റർവ്യൂവിൽ താങ്കളുടെ വാദം സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ചോദിക്കുന്ന ഏതൊരു അവതാരകനോടും താങ്കൾ ഒരുപാട് ചോദിക്കാൻ അറിഞ്ഞൂടാ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. താങ്കൾ എന്തുകൊണ്ട് അവിടെ അങ്ങോട്ട് പോകുന്നില്ല? നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത്? ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ ഇരുന്ന് കേട്ടാ മതി. എന്നെ ആരോ വിളിച്ചു. ഞാൻ ഗസ്റ്റാണ്. മര്യാദയില്ലാതെ എന്നോട് ചോദിക്കാനോ കണിശമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള് കേൾക്കുന്നതിന് മുമ്പ് അത് തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അവകാശം? എന്താ ഉറക്കം വരുന്നു. അറിയാനായിട്ട് അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേ ബോധ്യം വേണം. ആ ബോധ്യമില്ലാത്ത ഒരാൾ ചോദ്യം ചോദിക്കരുത്. എനിക്ക് അറിവ് കുറവുള്ള ഒരാളാണ്. എന്നെക്കാൾ ഒരുപാട് അറിവുള്ള ആളാണ് താങ്കൾ. അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടാ കേൾക്കാൻ പറയുന്നത്. അത് കേൾക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത്. അതിനു വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് താങ്കൾ മാത്രമല്ല ലോകത്ത് വിവരമുള്ളതാണ്. ആ വിവരമുള്ള ഞാനല്ലേ ഉള്ളു, തനിക്കില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ? എന്ത് ടെൻഷൻ? എന്റെ ചോദ്യം ചോദ്യം എന്ന് പറഞ്ഞാൽ മണ്ടൻ ചോദ്യമാണ്. പിന്നെ എന്ത് ടെൻഷൻ? സാറിന്റെ ഏറ് കൃത്യമായിട്ട് അവന് കൊണ്ടു. മണ്ടന്മാരെ താങ്കൾ പേടിക്കുന്നു. മണ്ടന്മാരെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം അവരെ നന്നാക്കാനൊക്കത്തില്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഒരു പ്രത്യേക താങ്കൾ ഇപ്പോഴും പറയുന്ന പോലെ പുരുഷന്മാരുടെ പ്രത്യേകതയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ശരി, നിങ്ങൾ പുരുഷനല്ലല്ലോ. ഞാൻ പുരുഷനല്ല. അപ്പൊ പിന്നെ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യം പറയണ്ട, ഞാൻ പറയാം. മനുഷ്യരുണ്ടാക്കുന്ന തുടക്കങ്ങളെ ലോകത്ത് തുടക്കങ്ങളായിട്ടുള്ളൂ. അത് മനുഷ്യരറിയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. താങ്കൾ പറഞ്ഞു എന്നെ കൊരങ്ങമണി എന്ന് വിളിക്കുന്നത്. അപ്പൊ താങ്കൾ എനിക്ക് ചെകുത്താനെന്ന് വിളിക്കാമോ? പിന്നെന്താ, കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ ആൾക്കാരെല്ലാരും വിളിക്കുന്നത്. ചെകുത്താനെന്നാണ് വിളിക്കുന്നത്. ആളുകൾ വിളിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ലോകത്ത് വേറെ ചെകുത്താനുണ്ടോ? ഒന്നുമില്ല, വിളിക്കുന്നതാണത്. ചെകുത്താൻ ഇല്ലെന്ന് താങ്കൾ ഇങ്ങനെ പറയാൻ പറ്റും? നിങ്ങളെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇനി സംശയിക്കേണ്ടി വരും. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഹോട്ട്സീറ്റിലിരുന്ന് താങ്കൾ വിറയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. എന്ത് വിറയ്ക്കുന്ന? താങ്കൾ പ്രകോപിതനാകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറഞ്ഞല്ലേ, ഞാനായത് കൊണ്ടാണ് മര്യാദയ്ക്ക് വിട്ടിരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നിട്ട് പോവും. യൂസ്ലെസ് ആയ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. നിനക്ക് അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി. Matalu